ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഫാൻ അഡ്വൈസറി ബോർഡിന്റെ ഒരു യോഗം കുറച്ചു മുൻപ് നടന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി ഇതിലെ അംഗങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ മിനിറ്റ്സ് ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട 2 സൂപ്പർ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ 4 വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് സ്ഥിരമായി കൊണ്ട് ഒഴിവാക്കിയിരുന്നു. കൂടാതെ 2 പേരെ ലോൺ അടിസ്ഥാനത്തിൽ ഒഴിവാക്കുകയും ചെയ്തു. നോവ സദോയ്, എഡ്രിയാൻ ലൂണ എന്നിവരായിരുന്നു ലോൺ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞത്. ഇതിൽ നോവ സദോയ് ക്ലബിനകത്തേക്ക് തിരിച്ചു വരില്ല എന്ന കാര്യം ഇപ്പോൾ അഭിക് ചാറ്റർജി സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് നോവയുടെ ക്ലബുമായുള്ള കോൺട്രാക്ട് അവസാനിക്കുകയാണ്. ഈ ലോൺ കാലാവധി പൂർത്തിയാകുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കോൺട്രാക്റ്റും പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബിലേക്ക് തിരിച്ചെത്തില്ല എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള നോവയുടെ അധ്യായം അതിപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ലൂണയുടെ കാര്യത്തിലുള്ള ഒരു അപ്ഡേറ്റ് കൂടി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സുമായി അഡ്രിയാൻ ലൂണക്ക് കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. പക്ഷേ സാലറി വളരെയധികം കൂടുതലാണ്. അതിപ്പോൾ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ക്ലബിനില്ല. അതുകൊണ്ടാണ് ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടി വന്നത്. ലൂണയെ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ക്ലബ്ബ് തീരുമാനിച്ചിട്ടില്ല. ഈ സീസണിന് ശേഷം ഇവാലുവേറ്റ് ചെയ്യും എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുള്ളത്. അതായത് ലോൺ കാലാവധി പൂർത്തിയായതിനു ശേഷം ലൂണയെ നിലനിർത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു തീരുമാനമെടുക്കും. ഈ സീസണിന് ശേഷം മാത്രമാണ് അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുകൾ തന്നെയാണ് ഈ 2 താരങ്ങളുടെയും കാര്യത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.